ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ഈശ്വരകൃപയും ശാന്തിയും സമാധാനവും, അത് ആത്മസുഖം. ശാന്തി സമാധാനം ആത്മസുഖത്തിൽ കൂടിയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആത്മസുഖത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഭജനയൊക്കെ അതിനുള്ളതാണ്. നമുക്കുള്ള ഉള്ളിൽ ആ പരമാനന്ദം അനുഭവിച്ച് ആ പരമാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കും. നമ്മൾ എപ്പോഴാണ് ഉൾക്കൊള്ളുന്നത്, മനസ്സിലാക്കുന്നത്, അറിയുന്നത്, അപ്പോഴാണ് നമുക്ക് പരമാനന്ദം അനുഭവിക്കാനും ശാന്തി സമാധാനം അനുഭവിക്കാനും ആനന്ദം കൊണ്ട് നിറയ്ക്കാനും പറ്റുന്നത്. ഈ ചൈതന്യം, പരമാത്മ ചൈതന്യം നമ്മുടെ ഉള്ളിൽ, അകത്തും ഈ ലോകം മൊത്തവും പുറത്തും സർവ്വ ജീവജാലങ്ങളും ഉണ്ടെന്നുള്ള എപ്പോൾ നമ്മൾ അറിയുന്നു, അനുഭവിക്കുന്നു, അതുവരെ നമ്മൾ പ്രാർത്ഥന മുഴുകിയിരുന്നെങ്കിലേ ആ ഒരു അനുഭവം കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ എല്ലാ മക്കളോടും പറയുന്നു, എല്ലാവരും പ്രാർത്ഥന, ആരാധന. ഈ ആരാധന ചിലർ പറയും ഇതൊക്കെ വെറുതെയാണ്, അന്ധവിശ്വാസം, അതൊന്നും നമ്മൾ കണക്കിലെടുക്കേണ്ട മക്കളെ. നമ്മുടെ എന്തിനായി പ്രാർത്ഥിക്കുന്നത്? ഈ ലോകത്തിൽ ഈ പുറമെയുള്ള ചിന്ത മാറാനാണ്. പുറമെയുള്ള ചിന്ത വന്നാൽ നമ്മുടെ മനസ്സ് എപ്പോഴും അത് ഇതാ എന്നുള്ള ഈ ലോക വിഷയത്തിലേക്ക് പോകും. ഒരിക്കലും സമാധാനം കിട്ടത്തില്ല. ഇന്ന് എന്ത് ചിന്തിക്കുന്നതിൻ്റെ ഇരട്ടിങ്ങനെ ചിന്ത വന്നുകൊണ്ട് അപ്പോൾ മനസ്സിന് സമാധാനം ഉണ്ടോ? മനസ്സിങ്ങനെ പിടയ്ക്കൂലേ, എന്ത് ചെയ്യണം അറിയാതെ. അപ്പോൾ അതിന് വിശ്രമം കൊടുക്കാനും പ്രാർത്ഥനയിൽ കൂടി നമ്മൾ ആനന്ദം അനുഭവിക്കുകയും സന്തോഷം അനുഭവം ചെയ്യണമെങ്കിൽ ആ മനസ്സിനെ ഏകാഗ്രമാക്കി പ്രാർത്ഥനയിൽ കൂടി ഉള്ളിലെ അഴുക്കൊക്കെ പോകുമ്പോൾ നമുക്ക് സമാധാനം ഉണ്ടാകും, ഭക്തി വർദ്ധിക്കും, ഭവൽകൃപ നമ്മളിലേക്ക് ഒഴുകി വരും. അതിനു വേണ്ടിയാണ് പ്രാർത്ഥന. അതുകൊണ്ടാണ് മക്കളെ പറയുന്നത്. അല്ല എനിക്കെന്ത് വേണ്ടിയിട്ടാണ്? അറിവില്ലാത്തവരാണ് പലതും പറയുന്നത്. ഇതൊക്കെ കാലം മാറിപ്പോയി, ഇതൊക്കെ വെറുതെയാണ്, ഇതൊക്കെ മറ്റേതാ പറയുന്നത്. എന്താ അത് അവർക്ക് അറിയില്ലാത്തതുകൊണ്ട്. അത് മാത്രമല്ല, ഒരു കാരണം ഉണ്ടെങ്കിൽ നമുക്കൊരു കാര്യം പറയാനും പറ്റും. എന്നിലിരിക്കുന്നൊരു കാര്യം മറ്റുള്ളവർ അറിയണമെങ്കിലും ഒരു കാരണം വേണം. ഒരു മനുഷ്യൻ ആരും ആവട്ടെ, അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് വരുമ്പോൾ എൻ്റെ ഉള്ളിലിരിക്കുന്ന ആ അറിവ്, എൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉള്ള അറിവുണ്ടെങ്കിൽ അത് പുറത്ത് വരുമല്ലോ, മറ്റുള്ളവരുടെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത്? ഒരു ചോദ്യം ഇട്ട് അല്ലെങ്കിൽ ആരൊന്ന് ചോദിക്കണം. ഇത് ഞാൻ തന്നെ അങ്ങോട്ട് ഇതൊക്കെ നോക്കിക്കണ്ട് പറയുന്നതിലേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ആവശ്യമാണ്. ഈ ചോദിപ്പിക്കുന്നതും ദൈവം തന്നെയാണ്, എന്നെക്കൊണ്ട് പറയിപ്പിക്കുന്നതും ദൈവം തന്നെയാണ്. അങ്ങനെ ഒരു ദൈവം ഇതിൽ അങ്ങനെ ചിന്തിക്കേണ്ടേ. അല്ലാതെ ആരും ദോഷമൊന്നും ചെയ്യുന്നത് എല്ലാം അതൊക്കെ ഇവിടെ ഈ പ്രപഞ്ചം. നമ്മൾ ഭാഗവതം വായിച്ച എന്താണ് കഴിഞ്ഞ പ്രാവശ്യം? കാര്യവും കാരണവും എല്ലാം പ്രപഞ്ചത്തിലാണ് ഉള്ളത്. അല്ല, പരമാത്മാവിന് ഇതൊന്നുമില്ല. പരമാത്മാവിന് തന്നെ ചൈതന്യമായ ഈ അമ്മ ഭഗവതി, ഈ പ്രപഞ്ചം മഹാമായ ഇവിടെയുള്ള എല്ലാം കാര്യം. ഒരു കാരണം കൂടാതെ ഒരു കാര്യം ഉണ്ടാവത്തില്ല. ഇപ്പം തന്നെ ഈ ഭഗവത്ഗീത ആയാലും ഭാഗവതമായാലും ഞാനിതെന്താ വായിച്ച് മക്കൾക്ക് മനസ്സിലാക്കി തരുന്നത്? അതിനൊരു കാരണമുണ്ട്. എന്താണ് കാരണം? മറ്റുള്ള മക്കൾ യഥാർത്ഥം അറിയട്ടെ എന്ന്, ഈശ്വരനെ അറിയുക, അവരവരിലിരിക്കുന്ന പരമാത്മാവിനെ അറിയുക. അതാണ് കാരണം. ആ കാരണം കൊണ്ടാണ് ഈ കാര്യം ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കാരണവും കാര്യവും ഈ പ്രപഞ്ചത്തിലല്ലേ ഉള്ളത്? അതാണ് കാരണവും കാര്യവും എല്ലാം ഈ പ്രപഞ്ചത്തിനകത്തുള്ളത്. നമ്മൾ ഒരു കാര്യവും കാരണം കൂടാതെ ഇവിടെ ഇല്ല. ഒരു കാരണം ഉണ്ടെങ്കിലേ ഒരു കാര്യം നടക്കും. എല്ലാം അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാനിത് അപ്പോൾ നമുക്ക് എന്താ ഇപ്പം നമ്മുടെ ഈ കാര്യം നടത്തുന്നത്? നമ്മൾ പരമാത്മ ലയിക്കണം, ആത്മസുഖം അനുഭവിക്കണം. അപ്പം നമ്മുടെ വിഷമങ്ങളും വേദനകളെല്ലാം പമ്പ കിടക്കും. നമുക്ക് എല്ലാം തരണം ചെയ്യാനുള്ള കഴിവുണ്ടാവും. ഈശ്വരൻ നമ്മളെ ഉള്ളിൽ വസിക്കും. അതിനു വേണ്ടിയിട്ടാണ് നമുക്ക് 3-ാം അധ്യായം കർമ്മയോഗത്തിൻ്റെ 3-ാം അധ്യായത്തിൽ 11-ാം ശ്ലോകമാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത്. അത് യജ്ഞം ചെയ്യുന്നത് എന്തിനാ? അതായത് ഈ യജ്ഞങ്ങൾ ചെയ്തിട്ട് ദേവന്മാർക്ക് അതിന് യജ്ഞത്തിൻ്റെ ഹവർഭാഗം കൊടുത്ത് വർദ്ധിപ്പിക്കുക. എന്താ? അവിടുന്ന് മഴ പെയ്യിപ്പിക്കുമ്പം ആ ദേവന്മാർ നിങ്ങളെ മഴ മുതലായത് കൊണ്ട് അന്നോൽപത്തിയെ ചെയ്ത് വർദ്ധിപ്പിക്കട്ടെ എന്നാണ് യജ്ഞം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നോൽപത്തി എങ്ങനെ വരും? അപ്പം നമുക്ക് അന്നം ഉണ്ടാവണമെങ്കിൽ മഴ പെയ്യാതെ നടക്കൂ. ഭൂമി ചാമ്പലായി പോകത്തില്ലേ? മഴ ഉണ്ടെങ്കിലേ ഇവിടെ ഉണ്ടാവുള്ളൂ. ഈ പുഴുവിന് പോലും ഈ ഭൂമിക്കകത്ത് എത്ര ജീവജാലങ്ങൾ, അതിലെല്ലാം സ്വന്തമായി ഈ ഭൂമിയിൽ അണുക്കൾക്ക് പോലും ആഹാരം ഉണ്ടാകുന്ന മഴ പെയ്യുമ്പോഴാണ്. ഒരു കരിയില പൊടിഞ്ഞ് അതിനകത്ത് ചെതലായാലും എന്തോലും ജീവജാലങ്ങൾ എന്തെല്ലാം നമ്മൾ മനുഷ്യരെ ഉള്ള വേവിച്ച് കഴിക്കുന്നു, ബാക്കി എല്ലാം അല്ലാതല്ലേ കഴിക്കുക. അപ്പോൾ അതുകൊണ്ട് ഇവിടെ മഴ പെയ്തെങ്കിലേ എല്ലാ ജീവജാലങ്ങൾക്കും ഇവിടെ അന്നം ഉണ്ടാവും. അന്നം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ആഹാരത്തിന്. അപ്പോൾ സസ്യങ്ങൾ കഴിക്കുന്ന പശുക്കൾക്കായാലും ആനയ്ക്കായാലും അങ്ങനെ എല്ലാ അന്നങ്ങളാണല്ലോ, അവരുടെ അന്നങ്ങളാണ്. ഇതൊക്കെ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? നമുക്ക് മഴ വേണം, സമയത്തിന് മഴ പെയ്യണം. അത് ഉണ്ടാവണമെങ്കിൽ നമുക്ക് ദേവന്മാർക്ക് യജ്ഞം നടത്തണം. അപ്പോൾ ദേവന്മാരുടെ പ്രീതി
ദേവന്മാർക്ക് പ്രീതി വരുമ്പോഴാണ് നമുക്ക് വേണ്ട സമയാസമയങ്ങളിൽ നമുക്ക് അന്തരീക്ഷം ഇങ്ങനെ നന്നാക്കി വരുന്നതിനാണ് നമുക്ക് ആഹാരം അങ്ങനെ ഉണ്ടാകും. അതുകൊണ്ട് അന്യോൽപത്തിയെ ചെയ്ത് വർദ്ധിപ്പിക്കട്ടെ എന്ന്. അന്യോന്യം ദേവന്മാരും നിങ്ങളും, അത് നമ്മളും ദേവന്മാർ യജ്ഞം നടത്തുമ്പോൾ നമ്മളിപ്പോൾ നമുക്കിപ്പോൾ അറിവുള്ള സപ്താഹം അത് പണ്ടില്ലാത്ത അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ട്, പക്ഷെ നമ്മളറിയാത്ത ഇവിടെങ്ങും അങ്ങനെ ഇല്ലാഞ്ഞിട്ട് ഇപ്പം എല്ലായിടും ഇത് വയ്ക്കുന്ന എന്താ യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടിയാ. നമ്മൾ നമ്മുടെ അമ്പലങ്ങളിൽ ഇത് നടത്തുമ്പോൾ നമ്മൾ ഒരു അംഗം, അതിൻ്റെ ഒരു പങ്ക് നമ്മളും വഹിക്കണം. നമ്മളും ഈ ഭൂമിയിൽ നിന്ന് ആഹാരം കഴിക്കുന്നവരാണ്. അപ്പം നമ്മൾ ചിലർ വിചാരിക്കും എന്തിനാ അമ്പലത്തിൽ ദൈവത്തിനൊന്നും വേണ്ടല്ലോ. പക്ഷേ നമുക്ക് നമ്മളൊരു യഥാർത്ഥ ജ്ഞാനി ആകുന്നത് വരെ നമുക്ക് ഇതൊക്കെ ചെയ്തേ പറ്റും. നാലുക്കൊപ്പം എല്ലാവരും ചെയ്യണം. കാരണം എല്ലാം ഈ ഭൂമിയിൽ നിന്ന് എല്ലാവരും എടുത്ത് കഴിക്കുന്നു. അപ്പം നമുക്കും കൂടെയാണ് മഴ പെയ്ച്ചിരുന്നത്. അപ്പം നമ്മളെന്ത് ചെയ്യണം? അതിൽ സപ്താഹം വരെ നമ്മളാൽ ഒക്കുന്ന അന്നത്തിന് വേണ്ടുന്ന വകകളോ അല്ലെങ്കിൽ ഒരു അതിന് വേണ്ട പൈസയോ എന്തായാലും നമ്മൾ അതിന് സഹകരിക്കണം. അത് ചെയ്തേ പറ്റൂ. അതുകൊണ്ടാണ് ദേവന്മാരും നിങ്ങളും, അപ്പം നമ്മളും എല്ലാവരും കൂടെ ചേർന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. നമ്മൾ അങ്ങോട്ട് യജ്ഞം ചെയ്യാനുള്ള കാര്യങ്ങൾ നടത്തുമ്പോൾ അവിടുന്ന് ഭഗവാൻ ദേവന്മാർ ഇങ്ങോട്ട് നമുക്ക് പകരം മഴ പെയ്ച്ചു തരും, നമുക്ക് അന്നം ഉണ്ടാക്കി തരും. ആ അന്നത്തിൻ്റെ പങ്ക് ദേവനൊക്കെ വീണ്ടും വീണ്ടും ഇങ്ങനെ യജ്ഞം ചെയ്തുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് നമുക്ക് ആണ്ടുതോറും നമ്മൾ അമ്പലത്തിലൊക്കെ ഉത്സവം വരുമ്പോൾ നമ്മളത് ഒക്കുന്ന എന്താ അവിടെ ചെയ്യുന്നത്? ഇതൊക്കെ തന്നെയാണ് കാരണം. ഉള്ളവർ എല്ലാ മാസത്തിലും എപ്പോഴും കൊടുക്കും, ഇല്ലാത്തൊരു ആണ്ടിലെങ്കിലും അവരാരും ഒക്കുന്നത് മതി. തോനെ വേണമെന്നല്ല പറയുന്നത്, നമ്മളാൽ ഒക്കുന്നത് ചെയ്താൽ മതി. അത് കൊടുത്തില്ലെങ്കിൽ എന്തുവരും? നമ്മൾ പാപികളാണ്, ഈശ്വരന് കൊടുക്കാതെ കഴിക്കുന്നത്. അതുകൊണ്ട് ദേവന്മാരും നിങ്ങളും, അതായത് ദേവന്മാരാ ഇങ്ങോട്ട് മഴ പെയ്ക്കുന്നത്, ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ എല്ലാവരും ചേർന്ന് വേണം യജ്ഞം നടത്താനുള്ള ചെലവ് വഹിക്കാൻ. അത് ചെയ്യാനുള്ള ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരെ ചെയ്യുകയും ചെയ്യും, നമ്മളതിൻ്റെ പങ്ക് വഹിക്കുകയും വേണം. അത് തെറ്റല്ല. ഇതെല്ലാം ഇതിൽ പറഞ്ഞേക്കുന്നതാണ്. ചിലർ മനഃപൂർവ്വം എന്ത് ചെയ്യും? ഞങ്ങളെന്തിനാ, ദൈവത്തിനൊന്നും ആവശ്യമില്ല, ഇതൊക്കെ വെറുതെ. അങ്ങനെയല്ല മക്കളെ. ഇതെല്ലാം ഇതൊക്കെ നമ്മുടെ ന്യായപ്രമാണങ്ങളാണ്. ഇതൊക്കെ ഈശ്വരൻ തന്നെ ഭഗവാൻ കൃഷ്ണൻ അതൊക്കെ നമുക്ക് പറഞ്ഞു തന്നേക്കുന്നത്. അത് തന്നെ നമുക്കറിയാലോ. ഗോവർദ്ധനഗിരിയിൽ യജ്ഞം നടത്തി, ആ ഗോവർദ്ധന പർവ്വതത്തിൻ്റെ അവിടെ. അത് നമ്മുടെ ഓരോ ഗ്രാമങ്ങൾ തോറും എന്താ പിന്നെ അമ്പലം വെച്ചേക്കുന്നത്? അതിനാ നമ്മുടെ ഭൂമിയിലുള്ളതെല്ലാം വേറെ അമ്പലത്തിലല്ല ചെയ്യേണ്ടത്, നമ്മുടെ ഇവിടെ തന്നെ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഭഗവാൻ പറയാൻ ഈ ഇന്ദ്രനല്ല കൊടുക്കേണ്ടത്, ഇവിടെ ഗോവർദ്ധനഗിരി ആണ് നമുക്ക് ആഹാരം തരുന്നത്, പശുക്കൾക്കെല്ലാം സസ്യങ്ങൾ തരുന്നത്. അതുകൊണ്ട് അവിടെ പൂജ ചെയ്യാൻ. അങ്ങനെ ഓരോ സ്ഥലങ്ങളെയും അവരവർ ചെയ്യുക. ഇതൊരു പാഠം അന്ന് തന്നേക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇവരെല്ലാം ഇങ്ങനെ ചെയ്തത്. നമുക്ക് അറിവില്ലായ്മ കൊണ്ടും ഇത് പഠിക്കാത്തതും നമുക്ക് തോന്നുന്നു ഇതൊക്കെ വെറുതെയാണെന്ന്. വെറുതെ അല്ല. അതുകൊണ്ട് ദേവന്മാരും ഇങ്ങോട്ടും നമ്മൾ അങ്ങോട്ടും, അങ്ങനെ ദേവന്മാരും നിങ്ങളും വർദ്ധിപ്പിക്കുന്നവരായിട്ട് ഉത്തമ അഭീഷ്ടമായ അർത്ഥത്തെ, ഇങ്ങനെയുള്ള ധനത്തെ നിങ്ങൾ പ്രാപിച്ചാലും നമുക്കിതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മളാൽ ഒക്കുന്നതെല്ലാം അമ്പലത്തിലേ നമുക്കത് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പ്രത്യേകം ആണ്ടുതോറും നമ്മൾ ഇതുപോലെ, എൻ്റെ അച്ഛൻ അങ്ങനെ ആയിരുന്നു, നമ്മുടെ വീട്ടിൽ തന്നെ ഇങ്ങനെ യജ്ഞങ്ങളുണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ ഹവർഭാഗം നമുക്ക് ഭഗവാൻ ഇത് കൊടുത്തിട്ട് അതിൻ്റെ ഭഗവാൻ അനുഭവിച്ചതിൻ്റെ ബാക്കി നമ്മൾ കഴിക്കണം. അതാണ് പുണ്യം. പാപം അല്ലെങ്കിൽ പാപികളാണ് നമ്മൾ. അതുകൊണ്ട് ഇത് ഇങ്ങനെ ഇതിലൊക്കെ കിടപ്പണമെന്ന് നമുക്കൊന്നും അറിയില്ലല്ലോ. ഇതൊക്കെ മുതിർന്നവരെല്ലാം അങ്ങനെ ചെയ്ത് കാണിച്ച് തന്നത് ഇതാ കാരണം. അല്ലാതെ ഇപ്പോൾ അച്ഛനത് അറിയാവുന്നതുകൊണ്ട് ആ നാട്ടിൽ ആർക്കും അറിയില്ല. അതുകൊണ്ട് അമ്പലത്തിൽ ഓരോന്നും ചെയ്യുന്നു. നമ്മൾ എന്തും വഴിപാടായിട്ട് പോകുന്നത് അതുകൊണ്ടാണ്. അമ്പലത്തിൽ നിന്ന് പോകണം, ഭഗവാന് പച്ചനെല്ല് കുത്തും, അമ്പലത്തിൽ ശർക്കരയും തേങ്ങയും അരിയൊക്കെ കൊണ്ട് പായസം കൊണ്ട് ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. അതൊക്കെ യജ്ഞങ്ങൾ. നമ്മളൊക്കെ അങ്ങനെ ചെയ്യണം. ആണ്ടോറും ഉത്സവം വരുമ്പോൾ അതിൽ പങ്ക് നമ്മൾ വഹിക്കണം. ഇതൊക്കെ തന്നെയാണ്. അത് ചെയ്യാത്തത് ദോഷമാണ്. ഭഗവാന് കൊടുക്കാതെ നമുക്ക് തിന്നൂടാ. അതുകൊണ്ടാണ്. നമുക്ക് 12ാമത്തെ ഇത് വായിക്കാം. അതായത് 3-ാം അധ്യായത്തിൽ 12ാമത്തെ ശ്ലോകം. ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവ ദാസ്യന്തേ യജ്ഞഭാവിത തൈർദത്താൻ അപ്രദായൈ ഭൂയോ യോ ഭുക്തേസ്തേന ഏവസ. യജ്ഞങ്ങളെ കൊണ്ട് ആരാധിക്കപ്പെട്ട ദേവന്മാർ. അപ്പം നമുക്ക് വലിയ വലിയ യജ്ഞങ്ങൾ വേണ്ട. നമ്മൾക്ക് എന്താണ് പ്രാപ്തിയുള്ളത്? മാസത്തിലൊരിക്കലെങ്കിലും ഭഗവാന് ശർക്കരയും പിന്നെ അരിയും തേങ്ങയൊക്കെ കൊണ്ടുപോയി പോയിട്ടിനെ കൊടുത്ത് വഴിപാട് ഭഗവാന് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ പോകുമ്പോൾ മറ്റ് പഴങ്ങളോ എന്തെങ്കിലും അല്ലെങ്കിൽ പുഷ്പങ്ങളോ എന്തെല്ലാം വേണം കൊടുക്കാം. അങ്ങനെ പോകണം. എൻ്റെ പ്രായം ആകുന്നവരെ എന്താ വെച്ചാൽ, എൻ്റെ പ്രായം വെച്ചാൽ എന്താണെന്ന് അത് ഞാൻ പിന്നെ പറയാം. അതായത് അത് ഞാൻ പറയാം, അന്നേരം ഓർത്താൽ മതി. എനിക്കിനി അങ്ങനെ പോകണ്ട, കാരണം എനിക്ക് നടക്കാനൊന്നും വയ്യല്ലോ. നമ്മളതൊക്കെ കഴിഞ്ഞു പോയി. ഇനി അടുത്ത തലമുറകൾ അങ്ങനെ പോകേണ്ടത്. അതുകൊണ്ട് അതുമല്ല, ഇതിനൊരു പ്രത്യേകതയുണ്ട്. അത് ഞാൻ പിന്നെ ഇത് വായിച്ചു തരുമ്പോൾ പറയാം, ഇന്ന് സമയം കിട്ടുമെങ്കിൽ. അപ്പോൾ എന്താ പറയുന്നത് ഇതിനകത്ത്? യജ്ഞങ്ങളെ കൊണ്ട് ആരാധിക്കപ്പെട്ട ദേവന്മാർ
നിങ്ങൾക്ക് ഇഷ്ടങ്ങളായ ഭോഗങ്ങളെ തരും. നമ്മളിങ്ങനെ സന്തോഷമായിട്ട് ഭഗവാൻ നമുക്ക് എന്താണ് നമ്മളിലുള്ളത് അത് ഭഗവാന് കൊടുക്കും. ഞാൻ എന്താ പറയുന്നത് പറയുമ്പോൾ, ഞാൻ ഇവിടെ എൻ്റെ ഭഗവാൻ എൻ്റെ അച്ഛൻ എങ്ങനെ ചെയ്ത അതുപോലെ ഞാനിത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് വിഷമമില്ല. അതല്ലെങ്കിൽ ഞാൻ അമ്പലത്തിൽ കൊടുക്കണ്ടേ, പോണ്ടേ? അവിടെ ആയാലും ഇവിടെ ആയാലും ഈശ്വരൻ പരമാത്മാവാണല്ലോ. അപ്പോൾ അത് എനിക്ക് സന്തോഷമായിട്ടും സ്നേഹത്തോടും ഭക്തിയോടും കൂടി എനിക്ക് അങ്ങനെ കൊടുക്കാനുള്ള ഇത് അന്നോട്ട് ഞാൻ ഇങ്ങനെ പോകാത്ത. അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ പിന്നെ പറയാമെന്ന്. അത് മാത്രമല്ല, വേറെ ഒരു കാര്യമുണ്ട്. അത് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ പിന്നെ സമയം കിട്ടത്തില്ല, ഇത് തന്നെ കിടപ്പുണ്ട്. ആത്മാവിൽ ഈ അഹം ബ്രഹ്മാസ്മി എന്ന് ഒരു വ്യക്തി ആനന്ദം അനുഭവിക്കുന്നെങ്കിൽ ആ പരബ്രഹ്മം നമ്മൾ തന്നെയാണെന്ന്. അതായത് ഒരുള്ള ചോറ് കഴിക്കുമ്പോൾ ആ പരബ്രഹ്മമാണ് നമ്മളെ ഉള്ളിലിരിക്കുന്നതെന്ന് വെച്ചാൽ അഹം നമ്മളെ ഉള്ള. അങ്ങനെ ആ പരബ്രഹ്മത്തിന് ആ ചൈതന്യമൂർത്തിക്ക് തന്നെ കൊടുക്കുന്നതായിട്ട് ആദ്യമേ കഴിക്കുക. അങ്ങനെയുള്ളൊരു അത് യഥാർത്ഥ ഒരു സന്യാസിക്ക. അങ്ങനെ ഉള്ളവർക്ക് ഇതൊന്നും ചെയ്യണമെന്നില്ല. അതാണ് ഞാൻ പിന്നെ പറയാറ്. ഇന്നിപ്പോൾ സമയം കിട്ടുമെങ്കിൽ ആ ഭാഗം വായിക്കുമ്പോൾ ഇന്ന് കിട്ടിയില്ലെങ്കിലും അതുകൊണ്ട് നേരത്തെ അങ്ങ് പറഞ്ഞത്, അല്ലെങ്കിൽ പിന്നെ മറന്നുപോകും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലോകത്ത് കർമ്മങ്ങളായിട്ട് പിന്നെ കർമ്മം ചെയ്യണമെന്നില്ല. ചെയ്തില്ലെങ്കിലൊന്നുമില്ല. അങ്ങനെയുള്ളവർക്ക് ഒരു കർമ്മവും ചെയ്യേണ്ടതായിട്ടില്ല. വേണമെങ്കിൽ ചെയ്താൽ മതി. അവിടെ നിന്ന് എത്തുമ്പോൾ അങ്ങനെ ആകുമ്പോൾ അതുവരെ നമ്മൾ നാലുക്കൊപ്പം എല്ലാം ചെയ്യണം, അല്ലെങ്കിൽ പാവിയാണ്. അതുകൊണ്ട് യജ്ഞങ്ങളെ കൊണ്ട് ആരാധിക്കപ്പെട്ട ദേവന്മാർ നമ്മൾ ചെയ്യുന്ന കർമ്മം കൊണ്ട് നമ്മൾ ആരാധിക്കപ്പെട്ട് നമ്മൾ ഈശ്വരനെ അങ്ങനെ അത്രത്തോളം ആരാധിക്കപ്പെട്ട ആ ഭഗവാൻ നമുക്ക് ഇഷ്ടങ്ങളായ ഭോഗങ്ങളെ തരും. നമുക്ക് എന്താണ് ആവശ്യങ്ങൾ അത്. കാരണം നമ്മൾ കടപ്പെട്ടതാ, നമ്മൾ ഭഗവാനെ അങ്ങനെ സ്നേഹിക്കുന്നത്. അപ്പം നമ്മൾ എന്താ ആഗ്രഹിക്കുന്നത് അത് നമുക്ക് തരും. മഴ പെയ്ച്ച് നമ്മുടെ കൃഷി നന്നാക്കണോ, അതല്ല മറ്റാവശ്യങ്ങളാണോ, അതിനാണല്ലോ നമുക്കുള്ള ഉടമസ്ഥനായിട്ട് നിൽക്കുന്നത് ഈശ്വരൻ. നമ്മളും ഇതിലിപ്പം ഭഗവാന് കൊടുത്തിട്ടാണല്ലോ കഴിക്കുന്നത്. അതാണ് നമ്മൾ എന്താണെന്ന് വെച്ചാൽ അത് ഭഗവാന് കൊടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടങ്ങളായ ഭോഗങ്ങളെ തരും. അതുകൊണ്ട് അവരാൽ ദത്തമായിട്ടുള്ള അന്നാദിയെ, അങ്ങനെ അവരാൽ നമുക്ക് തരുന്ന ഈ അന്നാദിയെ ദേവന്മാർക്ക് കൊടുക്കാതെ ഏതൊരുത്തൻ അനുഭവിക്കുന്നുവോ അവൻ നിന്ദ്യനാകുന്നു. അപ്പോൾ അവിടുന്ന് ഭഗവാൻ എല്ലാം ഇങ്ങോട്ട് തരുമ്പോൾ ഇന്ന് അറിവില്ലാത്തൊരു പരന്താ ഇതെല്ലാം ഭഗവാന്റെ മുതൽ, പിന്നെ ഇത് അങ്ങോട്ട് കൊടുക്കുന്നതെന്ന്. നമുക്ക് അച്ഛനും അമ്മയും നമുക്ക് ഓഹരിതെന്ന് എല്ലാം തരുന്നത്, പക്ഷേ അച്ഛനും അമ്മയും കൊടുക്കാൻ നമ്മൾ കഴിക്കാൻ പറ്റുമോ? അച്ഛൻ്റെ അമ്മയുടെ മുതൽ നമുക്ക് ഇഷ്ടംപോലെ തന്നിട്ടുണ്ട്. പക്ഷേ ആ അച്ഛനും അമ്മയും അവിടെ നമ്മൾ വേവിക്കുന്നപ്പോൾ അച്ഛനും അമ്മയും തന്നതാണ്, കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അങ്ങനെ ചെയ്യുമോ ആരെങ്കിലും? അത് തന്നെ ഇതും എല്ലാം ഭഗവാന്റെ മുതൽ തന്നെയാണ്. പക്ഷെ ഭഗവാനെ ചിന്തിക്കാതെയും കൊടുക്കാതെയും ഒരു ധ്യാനത്തിൽ കൂടി ആ ശക്തി സ്വരൂപൻ, അതായത് പവറാണ്, ആ ചൈതന്യമാണ്, അല്ലാതെ ഒരു രൂപമൊന്നും നോക്കണ്ട. എന്തെടുക്കുന്നത് നമ്മൾ അമ്പലത്തിൽ കൊടുക്കാൻ പോകാൻ ഒത്തില്ല. എന്നെപ്പോലെ പ്രായമായി കഴിഞ്ഞാൽ എന്ത് വരണം? ഒരു പഴം കഴിക്കുമ്പോൾ ഭഗവാനെ ആ ചൈതന്യമൂർത്തിക്കും അത് നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നത്. നമ്മൾ അതിനെ ഭഗവാനെ ധ്യാനിച്ച് നമ്മൾ കഴിക്കുമ്പോൾ അത് കൊടുത്തതായി വന്നു. അത്രത്തോളം മനസ്സോടെയാണ് കൊടുക്കുന്നത്. നമ്മൾ കഴിക്കുന്ന നമ്മളിരിക്കുന്ന ആരാണ്? ആ പരമാത്മാവാണ് കഴിക്കുന്നത്. അങ്ങനെ ചെയ്തില്ലാത്ത പക്ഷേ നമ്മൾ നിന്ദ്യനാകുന്നു. അങ്ങനെ ആവാത്തൊരു വ്യക്തിയാണെങ്കിൽ നമ്മൾ പൂജാരിയെ കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ നമ്മുടെ വീട്ടിൽ അത്രത്തോളം വൃത്തിയും ശുദ്ധിയൊക്കെ കൊണ്ട് നമ്മൾ കൊടുത്താൽ ഈ ചൈതന്യമൂർത്തി നമ്മൾ അറിഞ്ഞാണ് കൊടുക്കുന്നത്, അതായാലും മതി. അതല്ലെങ്കിൽ സാധാരണക്കാരെ കണക്കാണ് നമ്മൾ നാലുക്കൊപ്പം എന്തും ഭഗവാന് നേദിക്കാൻ അമ്പലത്തിൽ കൊടുക്കണം. അവിടെ തിരുമേനി ഇതെല്ലാം കൊടുത്തോളും. അതാണ് വേണ്ടുന്നത്. അത് ചെയ്യാത്തെങ്കിൽ നമ്മൾ നിന്ദ്യനാകുന്നു. ഭഗവാന് കൊടുക്കാതെ കഴിക്കുന്നത്, അവരാൽ ദത്തമായിട്ടുള്ള ഈശ്വരനാൽ തന്നത്, അതിനെ നമ്മൾ അങ്ങനെയുള്ള അന്നാദി ദേവന്മാർക്ക് കൊടുക്കാതെ ഏതൊരുത്തൻ അനുഭവിക്കുന്നുവോ അവൻ നിന്ദ്യനാകുന്നു. നമുക്ക് സന്തോഷവും സ്നേഹവും അത്രത്തോളം ഭഗവാനോടൊന്നുള്ള ചിന്തയില്ലാതെ നമ്മൾ കൊടുത്താൽ ഈശ്വരൻ സ്വീകരിക്കത്തില്ല. ഒരു ജലമായാലും പുഷ്പമായാലും നമ്മുടെ മനസ്സോട് കൊടുത്താലേ ഈശ്വരൻ അത് കഴിക്കൂ. അതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കാൻ തയ്യാറല്ലാത്തവരാണ് അമ്പലത്തിൽ കൊണ്ടുപോയി കൊടുക്കുന്നത്. അവിടെ തിരുമേനിക്ക് ആ മനസ്സോട് കൊടുക്കണം. നമ്മൾ മനസ്സോട് കൊണ്ടുവന്ന് ഈ പച്ച അരിയും ശർക്കരയും കൊണ്ടുവന്ന് തിരുമേനിക്ക് കൊടുക്കും. തിരുമേനി സന്തോഷമായിട്ട് ഭഗവാന് കൊടുക്കും. അദ്ദേഹം പഠിച്ച ആളാണ്. അദ്ദേഹം അറിയാം എങ്ങനെ കൊടുത്താലാ ഭഗവാൻ അത് സ്വീകരിക്കുന്നത്. ആ പൂജയും ആ മന്ത്രങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് സ്വീകരിക്കുന്നത് നമുക്കത് അറിയാത്തതുകൊണ്ടാണ്. അതല്ല, ഒന്നും അറിയണമെന്നില്ല. സന്തോഷമായിട്ട് മനസ്സോട് ഭഗവാനുള്ള പ്രേമമാകുന്ന ഭക്തിയിൽ കൊടുക്കൂ. അങ്ങനെ കൊടുക്കാണ്ട് അതാണ് നല്ലത്. അങ്ങനെ കൊടുക്കാൻ നമ്മൾ തയ്യാറല്ലെങ്കിൽ ഇതുപോലെ ഞാൻ ഈ പറഞ്ഞക്ക് തന്നെ ചെയ്യണം. അല്ലെങ്കിൽ നിന്ദ്യനാകുന്നു, പാപിയാ. ഈശ്വരന് കൊടുക്കാതെ നമുക്ക് ഈ ലോകത്ത് നമ്മൾ ചിന്തിച്ചാൽ നമ്മുടെ അച്ഛനും അമ്മയും നമുക്ക് എന്തെല്ലാം ചെയ്ത് തന്നു, നമ്മളെ ജീവിപ്പിച്ച് വളർത്തിയൊക്കെ ചെയ്ത് ഉള്ളതിപ്പോൾ അങ്ങ് നമുക്ക് തന്നും കഴിഞ്ഞു. അപ്പം നമ്മൾ അവരെ ചിന്തിക്കാതെയും അവർക്ക് കൊടുക്കാതെയും അവരെ ഓർക്കാതെയും, ദൂരെയാണെങ്കിൽ അവർ ഓർത്ത് എൻ്റെ അമ്മ കഴിച്ചോ, എൻ്റെ അച്ഛൻ കഴിച്ചോ, ഞാനങ്ങ് ദൂരെ ആയിപ്പോയില്ല, ആ ഒരു ചിന്തയോടെയാണ് നമ്മൾ കഴിക്കണം. എൻ്റെ അമ്മയും അച്ഛനെ വളർത്തി ഇത്രയൊക്കെ ആക്കി ഭഗവാനെ. അപ്പോൾ ആ ഈശ്വരനുള്ള സ്നേഹവും നമ്മളെ വളർത്തിയ അമ്മയും അച്ഛനുള്ള സ്നേഹവും എല്ലാം ആ ഹൃദയത്തിൽ വരുമ്പോൾ കൃപ തനിയൊന്നും ഉണ്ടാകത്തില്ല. ഇങ്ങനെ നമ്മൾ കൃപ വാങ്ങിക്കുന്നത് ഭഗവാന്റെ കയ്യിൽ നിന്ന്.
അപ്പം നമ്മൾ പാപിയാവി പോകത്തില്ല. അല്ലെങ്കിൽ നമുക്ക് ഒരു നിന്ദ്യന് ഈശ്വരകൃപ വരുമോ? 13-ാമത്തെ ശ്ലോകം. യജ്ഞശിഷ്ടാശിനസന്തോ മുച്യന്തേ സർവകൽഭിഷൈ പുഞ്ചതേ ദുഃഖം പാപ പുഞ്ചതേ ദുഃഖം ത്വഖം പാപ ഏ പച്യന്ത്യാത്മകാരണാൽ വൈശ്വദേവാദി യജ്ഞങ്ങളെ. വൈശ്വ എന്ന് വെച്ചാൽ യജ്ഞങ്ങളുടെ ഓരോ പേരുകൾ, അതൊന്നും നമുക്ക് അറിയില്ല, അതൊക്കെ പഠിച്ചവർക്കേ അറിയൂ. വൈശ്വദേവാദി യജ്ഞങ്ങളെ ദേവന്മാർക്ക് അർപ്പണം ചെയ്ത് തച്ചിഷ്ടമായ എന്തുമായാലും ആ ഭഗവാന് നേദിച്ചത് അത് കൊടുത്തിട്ട് അതിൽ നിന്ന് തച്ചിഷ്ടമത്ത ആ ഭഗവാന് കൊടുത്തതിൽ നിന്ന് ബാക്കി ശിഷ്ടമുള്ളത് അങ്ങനെ ആയ അന്നത്തെ പൂജിക്കുന്ന സൽപുരുഷന്മാർ. അതത്ര എനിക്ക് മനസ്സിലാവുന്നത്. അച്ഛൻ അവിടെ ഈ യാഗം ചെയ്യുമ്പോൾ നമ്മൾ പായസവും അതുപോലെ പല കാര്യങ്ങളും അവിടെ ചെയ്യും. അതെല്ലാം ആ നിവേദനം കണ്ട് നമ്മളത് കഴിക്കത്തില്ല. അത് അങ്ങനെ കഴിക്കുന്നത് സൽപുരുഷന്മാർ പഞ്ചസൂനാദി കൃതമായിരിക്കുന്ന സകല പാപങ്ങളിൽ നിന്നും മോചിക്കപ്പെടുന്നു. എന്തെല്ലാം ദോഷങ്ങളും പാപങ്ങളും ഉണ്ടെങ്കിലും ഇതിൽ നിന്നെല്ലാം നമുക്ക് മോചനം കിട്ടും. ഭഗവാൻ ഇങ്ങനെ കൊടുത്തേ, അതായത് നമ്മൾ എന്തെല്ലാം വൈശ്വദേവാദി യജ്ഞങ്ങളെ, ഇതൊക്കെ പഠിച്ചവർക്കേ അങ്ങനെയുള്ള യജ്ഞം എന്താണെന്നറിയുള്ളൂ. അങ്ങനെ ചെയ്യുന്ന ഇന്ന് ലോകത്ത് എല്ലാ വീടുകളിലും അങ്ങനെ ഇല്ലല്ലോ. ഇപ്പം എനിക്കത് പണ്ടെൻ്റെ കുട്ടിനാളിൽ കണ്ടതുകൊണ്ട് എനിക്ക് അച്ഛൻ ഇതെല്ലാം ചെയ്തതല്ല ഇതൊക്കെ ആയിരുന്നു എനിക്ക് ചിന്തിക്കാൻ കഴിവുണ്ട്. പക്ഷെ അന്നൊന്നും ഞാൻ അറിയുന്നില്ല, എനിക്ക് അത്രയ്ക്കുള്ള പ്രായമില്ലാത്തതുകൊണ്ട്. എന്ത് കാര്യവും നമുക്ക് ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ എങ്ങനെ അത് തന്നെയായിരുന്നു അച്ഛനോടെ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള യജ്ഞങ്ങളെ ദേവന്മാർക്ക് അർപ്പണം ചെയ്തിട്ട് കൊടുത്തിട്ട് നിവേദിച്ചിട്ട് തച്ചിഷ്ടമായ അതിൻ്റെ ബാക്കി ഭഗവാന് കൊടുത്തതിൻ്റെ ബാക്കി അന്നത്തെ ഭുജിക്കുന്ന അതിൻ്റെ ബാക്കി കഴിക്കുന്ന സൽപുരുഷന്മാർ പഞ്ചസൂനാദി കൃതമായിരുന്ന സകല പാപങ്ങളും എന്തെല്ലാം 5 തരം പാപം ഇതെല്ലാം നിങ്ങളിത് മോചിക്കപ്പെടുന്നു, ഒരു ദോഷവും ഉണ്ടാവത്തില്ലെന്ന. എന്നാൽ ആർ തങ്ങൾക്ക് ഭുജിപ്പാൻ വേണ്ടി മാത്രം അന്നം പാകം ചെയ്യുന്നുവോ ആ ദുരാചാരന്മാർ പാപത്തെ തന്നെ ഭുജിക്കുന്നു. ചിലരെങ്ങനെയാ അളന്ന് കുറിച്ച് വേവിക്കും, ആർക്കും കൊടുക്കത്തില്ല. എന്താ ഇങ്ങനൊരു നിവേദ്യമായിട്ട് ചെയ്യത്തുമില്ല, മാസം തോറും എന്തെങ്കിലും ഇങ്ങനെ പൂജാകർമ്മങ്ങൾ ചെയ്യത്തുമില്ല. എന്നാലോ ഇപ്പം നമുക്ക് പ്രകൃതിയിൽ തന്നെ എന്തെല്ലാം ജീവജാലങ്ങളുണ്ട്. നമ്മൾ ഒരു മനുഷ്യൻ വന്നില്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു നേരത്തെ ആഹാരം നമ്മൾ കൊടുക്കണ്ടേ, പക്ഷികൾക്കോ മൃഗങ്ങൾക്കോ. അപ്പോൾ അങ്ങനെ തന്നെ മാത്രം വേവിച്ച് കഴിക്കുന്നവർക്ക് അങ്ങനെ അന്നങ്ങൾ നമുക്ക് ഇപ്പം ഞാനിവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്ന എനിക്ക് വേണ്ടി മാത്രം വെച്ച് കഴിച്ചാൽ എന്ത് വരും? അതായത് ആരാണ് തങ്ങൾക്ക് വേണ്ടി പൂജിപ്പാൻ മാത്രം എനിക്ക് വേണ്ടി മാത്രം ഞാൻ അന്നം പാകം ചെയ്യുന്നുവോ ആ ദുരാചാരൻ പാപത്തെ തന്നെ പൂജിക്കുന്നു. അങ്ങനെ ചെയ്തുകൂടാ. നമ്മൾ കഴിക്കുന്ന പങ്ക് ഇല്ലെങ്കിൽ തന്നെയും നമുക്ക് അല്പമേ ഉള്ളൂ, നിവർത്തിയില്ലെന്നാണ്. അതിൽ നിന്നെങ്കിലും എന്തെങ്കിലും കുറച്ച് ആഹാരം ഒരു കാക്കയ്ക്കെങ്കിലും നമ്മൾ കൊടുക്കണം, മനസ്സോടി കൊടുക്കണം. അത് നമ്മുടെ ഹൃദയം നിറയും, നമ്മുടെ വയറും നിറയും. കൊടുത്തില്ലെങ്കിൽ സമാധാനം കിട്ടത്തില്ല. അല്പമേ ഇവിടെ ആഹാരം ഉള്ളെന്ന് കണ്ടാലും അതിന് മുന്നേ കൊടുത്ത് അപ്പോൾ നമുക്ക് എന്ത് വരും എന്നറിയാമോ? ഈ ബാക്കി അല്പമുള്ളത് നമുക്ക് ഭയങ്കരമായിട്ട് വയറ് നിറയും. ഞാൻ അങ്ങനെ അനുഭവിച്ചിട്ടുണ്ടെന്ന് പറയുക. ചിലപ്പോൾ ഞാൻ ഇതുപോലെ എനിക്ക് വയ്യെങ്കിൽ ഇന്നത്തേക്ക് വയ്ക്കുന്ന നാളത്തേക്ക് എടുക്കുക, അങ്ങനെയൊക്കെ എടുത്ത് വെക്കുമല്ലോ, എന്നും വെക്കാൻ മേത്തോണ്ട്. അപ്പോൾ അല്പം കുറവായിരിക്കും, പക്ഷേ എനിക്കതിൻ്റെ ബാക്കി മതി. ഞാൻ മുമ്പേ തന്നെ അതിന് കൊടുക്കുമ്പോൾ എൻ്റെ മനസ്സിന് സമാധാനമായി, എൻ്റെ ഹൃദയം നിറഞ്ഞു, എൻ്റെ വയറും നിറയും. പിന്നെ അല്പം മതി, ആ മനസ്സിൻ്റെ അത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്തുവരും? തനിക്ക് വേണ്ടി മാത്രം തന്നെ ചെയ്ത് വെച്ച് തിന്നാൽ അത് ദുരാചാരന്മാരാണ്. അവർ പാപത്തെ പൂജിക്കുന്നു. അപ്പോൾ ഏതാ നല്ലത്? പാപം വേണോ നന്മ വേണോ? ഇതെല്ലാം നമുക്ക് അറിവില്ലാത്തതുകൊണ്ടാണ് എൻ്റെ പൊന്നുമക്കളെ ഞാനിതൊക്കെ വായിച്ച് കേൾപ്പിച്ച് തരുന്നത്. കാരണം ഇതൊന്നും അറിയുന്നില്ലല്ലോ, അതുകൊണ്ടാണ്. 14-ാമത്തെ. അന്നാൽ ഭവന്തി ഭൂതാനി പർജന്യാത് അന്ന സംഭവ യജ്ഞാൽ ഭവതി പർജന്യോ യജ്ഞകർമ്മ സമുദ്ഭവ കർമ്മ 15 കൂടെ ചേർന്നാണ്. കർമ്മ ബ്രഹ്മോത്ഭവം വിദ്ധി ബ്രഹ്മാക്ഷര സമുദ്ഭവം തസ്മാൽ സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. ശുക്ലശോണിത രൂപമായി പരിണമിച്ചിട്ടുള്ള അന്നത്തിൽ നിന്ന് ജീവികളുണ്ടാകുന്നു. അപ്പം ജീവികൾ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? ശുക്ലശോണിത രൂപമായി പരിണമിച്ചിട്ടുള്ള അന്നത്തിൽ നിന്ന്. ഇപ്പം ഇവിടെ ഭൂമിയിൽ മഴ പെയ്യുമ്പോൾ പല പല ജീവജാലങ്ങൾക്കും ഭൂമിയിൽ തനിയെ അന്നം ഉണ്ടാവും, ആഹാരം ഉണ്ടാവും. മനുഷ്യർക്ക് നമ്മൾ തന്നെ പ്രയത്നിക്കുന്നതാണല്ലോ കൃഷി ചെയ്തെടുക്കുന്നത്. എന്നാൽ ഒരുപാട് ജീവജാലങ്ങൾക്ക് എന്തെങ്കിലും കൃഷി ചെയ്താൽ അവർ എന്തെല്ലാം ഭൂമിയിലുണ്ട്. മഴ പെയ്യുമ്പോൾ എന്ത് ആഹാരങ്ങളും ചില പ്രാണികൾക്ക് എന്തെല്ലാം ഭൂമി തന്നെ അതിന് വേണ്ടുന്ന ആഹാരങ്ങളെല്ലാം ഈശ്വരൻ അങ്ങനെ വച്ചിട്ടുണ്ട്.
കാക്കയ്ക്കായാലും നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ പങ്ക് ഇവിടെ പണ്ടൊക്കെ പ്രത്യേകിച്ച് കൊടുക്കത്തതിൻ്റെ കാരണം ഇഷ്ടംപോലെ കാണും, എന്ത് വെച്ചാലും കാണും, നമുക്ക് ഒരുപാട് വേസ്റ്റ് കാണും. അങ്ങനെയൊക്കെ അന്ന് കാക്കകൾ ജീവിക്കും, കൊടുക്കാൻ ആരോടെങ്കിലും അവർക്ക് കിട്ടിക്കോളും. ഇന്ന് എല്ലാവർക്കും എന്താ പറയുക, ഈ ഫ്രിഡ്ജും അതും ഇതൊക്കെ വന്ന കാരണം അതുമല്ല, ഈ ടൗണിലൊക്കെ വേസ്റ്റൊന്നും വെളിയിൽ പോണില്ല. കാക്കയ്ക്കൊക്കെ വളരെ വിഷമമാണ്. പണ്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനൊന്നും ഫ്ലാറ്റൊന്നും ഇല്ലല്ലോ, ഇത് ഗ്രാമങ്ങളിലൊക്കെ അല്ലേ ഉള്ളു. കാക്കകൾക്ക് എല്ലാ സ്ഥലങ്ങളിലും അതുപോലെ വരുന്നില്ല. എല്ലാവരും വേസ്റ്റ് പ്രത്യേകം ആക്കി ഈ എടുത്തുകൊണ്ട് പോകുന്നവരുണ്ട്. അങ്ങനെ എവിടെയെങ്കിലും കൊണ്ട് കളയുമില്ലയോ, എന്ത് ചെയ്യുന്നത് എനിക്കറിയില്ല. അങ്ങനെ ആരും വെളിയിൽ കളയും. പക്ഷേ ഇവിടെ നമ്മളെ ഗ്രാമങ്ങളിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ കാണും. അല്ലാത്തവർ അന്നൊന്നും കൊടുക്കുന്നില്ലെന്നാണ് എൻ്റെ തോന്നൽ. ഈ നമ്മൾ പായസം പൊങ്കാലൊക്കെ ഇടുമ്പോഴാണ് മുമ്പേ കാക്കയ്ക്ക് കൊടുക്കും. അല്ലാത്ത എൻ്റെ അച്ഛൻ ഒരു ഉരുള ചോറ് ഉരുട്ടി മാറ്റി, അന്ന് ഇത്രയും കാക്കകളില്ല, 1-2 കാക്കയെ കാണും. ഇന്ന് കൊടുത്തുകൊണ്ട് നിൽക്കുക, ഒരു ചില ദിവസം 30-40 കാക്കയൊക്കെ വരുന്നത്. ഇവിടെ നിൽക്കുകയോ അങ്ങ് വരുക. അപ്പോഴെന്താ, അന്ന് എൻ്റെ അച്ഛന് ഒരു ഉരുള ചോറ് ഉരുട്ടി മാറ്റി വെച്ചിട്ടേ പിന്നെ അച്ഛൻ ആഹാരം ബാക്കി കഴിക്കുകയുള്ളൂ. തിന്നേൻ്റെ ബാക്കിയല്ല കാക്കയ്ക്ക് കൊടുക്കുന്നത്. അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് ഇവിടെ പറയുന്നു, ശുക്ലശോണിത രൂപമായി പരിണമിച്ചിട്ടുള്ള അന്നത്തിൽ നിന്ന് ജീവികൾ ഉണ്ടാകുന്നു. അപ്പോൾ ഭൂമി തനിയെ ജീവികൾ ഉണ്ടാകുന്നു, നമ്മൾ മനുഷ്യനല്ല. മനുഷ്യനും എങ്ങനെയാ, മനുഷ്യന് വയറ്റിലായാലും നമ്മൾ ജനിക്കുന്നത് ഇങ്ങനെ ശുക്ലശോണിതൊക്കെ കൊണ്ടല്ലേ. അപ്പം ഇങ്ങനെയാണ് അത് പരിണമിച്ചിട്ടാണ് നമ്മളൊക്കെ ഇവിടെ ഭൂമിയിൽ ജീവികൾ ഉണ്ടാകുന്നത്. മഴയിൽ നിന്ന് ആഹാരത്തിന് വേണ്ടുന്ന അന്നം ഉണ്ടാകുന്നു. ഇവർക്കൊക്കെ കഴിക്കാൻ, നമുക്കും എല്ലാം കഴിക്കാൻ ഈ മഴയില്ലെങ്കിൽ നമുക്ക് അന്നം ഉണ്ടാവത്തില്ല. വെയിലും വേണം, എല്ലാം വേണമെങ്കിലും മഴ ഇല്ലെങ്കിൽ ഒരു കാരണവശാലും ഒന്നും പിടിക്കത്തില്ല. കാരണം ഭൂമി ചുട്ട് കരിയുന്നതൊക്കെ എന്തെങ്കിലും കിളിച്ച് വരുമോ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് മഴയാണ് കൂടുതലും പ്രധാനം. അപ്പോൾ മഴയിൽ നിന്ന് ആഹാരത്തിന് വേണ്ടുന്ന അന്നമുണ്ടാകുന്നു. എന്നിട്ടോ യജ്ഞത്തിൽ നിന്ന് മഴയും ഉണ്ടാകുന്നു. അപ്പോൾ മഴ എങ്ങനെ വരുന്നു? യജ്ഞം ചെയ്യുന്നു. നല്ല ശ്രേഷ്ഠനായ ബ്രാഹ്മണർ യജ്ഞം ചെയ്യുമ്പോൾ അത് ദേവന്മാർക്ക് സന്തോഷമായിട്ട് അങ്ങോട്ട് യജ്ഞം ചെയ്യുമ്പോൾ അവിടെ ദേവന്മാർ ഇങ്ങോട്ട് മഴ പെയ്യ്ക്കുന്നു. യജ്ഞകർമ്മത്തിൽ നിന്നുണ്ടാകുന്ന കർമ്മം വേദത്തിൽ നിന്നുണ്ടാകുന്നു. അപ്പോൾ യജ്ഞകർമ്മത്തിൽ നിന്നുണ്ടാകുന്ന കർമ്മം വേദം, ബ്രഹ്മം, പരബ്രഹ്മത്തിൽ നിന്നുണ്ടാകുന്നു. വേദം ബ്രഹ്മത്തിൽ നിന്നുണ്ടായതാകുന്നു എന്നറിഞ്ഞാലും. അപ്പോൾ ഈ വേദം എവിടുന്ന്, വേദം എന്ന് പറഞ്ഞാൽ ഇത് ഈ തത്വമാണല്ലോ, ഇത് യഥാർത്ഥമായ ജ്ഞാനം. ഈ വേദം പരബ്രഹ്മമാണ്, അറിവാണ്. അപ്പോൾ ഈ വേദം ബ്രഹ്മത്തിൽ ഉണ്ടായതാകുന്നു എന്നറിഞ്ഞാലും, അതുകൊണ്ട് എങ്ങും നിറഞ്ഞിരിക്കുന്ന വേദം അല്ലെങ്കിൽ പരബ്രഹ്മം. അപ്പോൾ പരബ്രഹ്മമാണ് ഈ വേദം. വേദം എന്ന് പറഞ്ഞാൽ അറിവ്. ഇതെല്ലാം ഈ ഗ്രന്ഥങ്ങളെല്ലാം വേദമാണ്. ഇത് കൊണ്ടാണ് നമ്മളിതൊക്കെ അറിയുന്നത്. ഇത് അറിയുന്നതാണ് നമുക്ക് ഈശ്വരൻ എന്താണെന്നും ഈ പരബ്രഹ്മം എന്താണെന്ന് നമ്മൾ അറിയുന്നത്. അതുകൊണ്ട് ഈ വേദം എന്ന് പറയുന്നത് പരബ്രഹ്മം. അപ്പം വേദം ബ്രഹ്മത്തിൽ നിന്നുണ്ടാകുന്നു എന്നറിഞ്ഞാലും, അതുകൊണ്ട് എങ്ങും നിറഞ്ഞിരിക്കുന്ന എന്താണ്, അകവും പുറവും. പുറം എന്ന് പറഞ്ഞാൽ ഈ ലോകം എവിടം വരെ ഉണ്ടോ അവിടെ മൊത്തവും ഈ ചൈതന്യ സ്വരൂപൻ നിറഞ്ഞിരിക്കുന്നു. അകം എന്നിപ്പോൾ എന്താ, ഇപ്പം കിണറായാലും നമ്മുടെ ഉള്ളായാലും എവിടെ ആയാലും ഗുഹയായാലും എവിടെ ആയാലും അകത്തും, ഒരു ഗുഹയ്ക്കകത്തും അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിനകത്തും എല്ലായിടവും ഈ പരബ്രഹ്മം നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് എങ്ങും നിറഞ്ഞിരിക്കുന്ന വേദം അല്ലെങ്കിൽ പരബ്രഹ്മം എപ്പോഴും യജ്ഞത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പം പരബ്രഹ്മം എന്ന് പറയുന്നതാണ് ഈ വേദം. ഈ വേദം എങ്ങനെയാ, വേദത്തിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന യജ്ഞം ചെയ്യുന്നത് കൊണ്ട് ദേവന്മാർ ഇങ്ങോട്ട് മഴ പെയ്യ്ക്കുന്നു. അപ്പം ഇത് എവിടുന്നാണ് വരുന്നത്? യജ്ഞകർമ്മത്തിൽ നിന്ന് ഉണ്ടാകുന്ന കർമ്മം വേദത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് വേദം പരബ്രഹ്മമാകുന്നു. ആ പരബ്രഹ്മത്തിൽ നിന്നാണ് ഇവിടെ ഈ എപ്പോഴും യജ്ഞത്തിൽ സ്ഥിതി ചെയ്യുന്ന പരബ്രഹ്മം. അപ്പം നമ്മൾ ലോകം മൊത്തവും നിറഞ്ഞിരിക്കുന്നു പരബ്രഹ്മം. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് യജ്ഞം ചെയ്താൽ മതിയോ? ഇവിടെ എവിടെയും നിറഞ്ഞിരിക്കുക. നമ്മൾ ഓരോ ഗ്രാമങ്ങളിൽ ഇവിടെ നമുക്ക് പുഷ്ടി വേണമെങ്കിൽ, ഇവിടെ സർവ്വതം വേണമെങ്കിൽ, ഇവിടെ മഴ വേണമെങ്കിൽ നമ്മളിവിടെ യജ്ഞം ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് അമ്പലങ്ങളും അവിടെ യജ്ഞങ്ങളും അങ്ങനെ ചെയ്യുന്ന ഓരോ അമ്പലം. അപ്പം ലോകം മൊത്തം അമ്പലം ഉണ്ടെന്ന് പറഞ്ഞിട്ടോ യജ്ഞം ഉണ്ടെന്നോ സപ്താഹം നടക്കുന്ന പറഞ്ഞാൽ അത് ശരിക്കും ചെയ്യുന്നുണ്ടല്ലേ. അത് കൊള്ളാത്തിൽ നിന്ന് ആരും പറയാൻ പറ്റും. ഇത് പറഞ്ഞേക്കുന്നതാ. ഇത് ചെയ്തെങ്കിലേ നമുക്ക് വേണ്ടുന്നതെല്ലാം നമ്മുടെ ആ ഭഗവാന്റെ അനുഗ്രഹത്തിൽ നമുക്ക് ഇങ്ങോട്ട് തരുവുള്ളൂ. ഇങ്ങോട്ട് തരുന്ന മതം തിന്നുകൊണ്ട് തിന്നുകൊണ്ട് നീചനായി അല്ലെ ദുരാചാരനായി കഴിയണോ? നമുക്ക് തരുന്ന പങ്ക് ഭഗവാന് വീണ്ടും നമ്മളോട് ചേർന്ന് യജ്ഞത്തിന് വരുന്ന എല്ലാം കൊടുത്ത് അമ്പലത്തിൽ കൊണ്ടു കൊടുക്കുക. അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ നമുക്ക് യജ്ഞം ചെയ്യാൻ അറിവുള്ള ജ്ഞാനികളോ ബ്രാഹ്മണരോ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇത് ചെയ്തില്ലെങ്കിൽ എന്താ വരുന്നത്? ദുരാചാരന്മാരാണ്. അവർ പാപത്തെയാണ് പൂജിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യണ്ടേ, നമ്മളാൽ ഒക്കുന്ന പങ്ക് വഹിക്കണ്ടേ. അതുകൊണ്ടാണ് സപ്താഹങ്ങളും അതുപോലെ ആഴ്ചയിലൊക്കെ അമ്പലത്തിൽ അറിവുള്ളവർ എപ്പോഴും പോകും, അമ്പലത്തിൽ പോകും, പുഷ്പങ്ങളും മാല കെട്ടിക്കൊണ്ടുപോകും, പഴങ്ങൾ, ചന്ദനത്തിരി, എണ്ണ, ഇതെല്ലാം
ഭഗവാന് അവിടെ വിളക്ക് കത്തിപ്പുണ്ട്, ഇതെല്ലാം നമ്മൾ ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്തവളാണ് ഞാനും, നമ്മളൊക്കെ. പക്ഷേ ഞാനിപ്പോൾ ഒത്തിരി വർഷം കൊണ്ട് ഒരു ഒരു 10ഓളം വർഷമായി ഇപ്പം ഞാൻ ഇവിടെ തന്നെ എല്ലാം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എൻ്റെ മനസ്സിനത് മതി. എൻ്റെ മനസ്സിന് മറ്റത് ചെയ്തില്ലല്ലോ എന്ന പരിഭവവും വിഷമവും എനിക്ക് ഉണ്ടെങ്കിൽ കൊടുത്താൽ പോരെ. എനിക്ക് ആനന്ദം അല്ലാതാണ് അത് അനുഭവിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ പോകുന്നില്ല. അത് വന്നാൽ അങ്ങനെയുള്ളവർക്ക് പോകണമെന്നില്ല. അതിൽ പറയും. അപ്പോൾ ഏവം 16-ാമത്തെ ഏവം പ്രവർത്തിതം ചക്രം ഞാ അനുവർത്തയതീഹയ. ഏവം പ്രവർത്തിതം ചക്രം ഞാ അനുവർത്തയതീഹയ അഘായു ഇന്ദ്രിയാരാമോ മോഹം പാർത്ഥ സജീവതി. ചിലപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥങ്ങളൊന്നും എനിക്ക് അറിയാത്തതുകൊണ്ട് ചേർത്ത് വായിക്കുമ്പോൾ തെറ്റും. പിന്നെ അക്ഷരങ്ങൾ മറിഞ്ഞു മാത്രമല്ല ചിലപ്പോൾ അപ്പുറം ഇപ്പുറമൊക്കെ ആയിപ്പോൾ. അതിന് ക്ഷമിക്കുക, എനിക്കങ്ങനെ അറിയില്ല, വായിച്ച് ശീലമല്ല. ഇപ്പോൾ ആദ്യം എടുക്കുക. ഞാനിങ്ങനെ സംസ്കൃതം വായിക്കാറില്ല, ഞാൻ സാരം മാത്രമേ വായിച്ചിട്ടുള്ളൂ. അപ്പോൾ അല്ലയോ അർജുന, ഈ വിധം ചെയ്യുന്ന കർമ്മ സമൂഹമാകുന്ന ചക്രത്തെ, നമുക്ക് മലയാളം മതിയല്ലോ, മറ്റേ വെറുതെ വായിച്ചു എന്നുള്ളതേ ഉള്ളൂ. അല്ലയോ ഭഗവാൻ അർജുനോട് പറയുന്നു, ഈ വിധം ചെയ്യുന്ന കർമ്മ സമൂഹമാകുന്ന ചക്രത്തെ. ഇത് ചക്രം പോലെ നമ്മളിങ്ങനെ എല്ലായിടും ഇങ്ങനെ കറങ്ങനെ, ഇവിടെ യജ്ഞം, അതുപോലെ വേറെ അമ്പലത്തിൽ ഇങ്ങനെ ഓരോ ഭാഗങ്ങളിലെല്ലാം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഈ ചക്രത്തെ ഈ ലോകത്തിൽ ഏതൊരുത്തൻ സ്വീകരിക്കുന്നില്ലയോ, ആര് ചെയ്യാതിരിക്കുന്നുവോ, അവൻ പാപകൃത്തായി വിഷയങ്ങൾ തന്നെ രമിക്കുന്നവനായി ജീവിതം വ്യർത്ഥമാക്കി കളയുന്നു. ഒരു ദൈവികമില്ലാതെ, യാതൊരു ഈശ്വരനോടുള്ള യാതൊരു സ്നേഹമില്ലാതെ ഈ ലോകചിന്ത, മൃഗങ്ങളെപ്പോലെ. അതല്ലേ എനിക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റൂ. അവർ എന്തോ ഒന്നും അറിയുന്നില്ല, ഈശ്വരന് കൊടുക്കുന്നില്ല, യജ്ഞം എന്തെന്ന് അറിയുന്നില്ല, അമ്പലത്തിൽ പോകുന്നില്ല, യാതൊന്നും ഭഗവാനുള്ള ചിന്തയില്ല. അതുകൊണ്ട് അത് ഈ ലോക വിഷയത്തിലേക്ക് മാത്രം. മൃഗങ്ങൾക്ക് ആത്മീയമായി യാതൊന്നും അറിയില്ല. അതുപോലെ ആണ് അതോടെ മൃഗമെന്ന് പറയുന്നത്. അവർക്ക് ഭാഗവതം എന്താണെന്നോ ഭഗവത്ഗീത എന്താണെന്നോ അമ്പലം എന്താണെന്നോ മൃഗങ്ങൾക്ക് അറിയാമോ? ഒരുപാട് പേര് അമ്പലത്തിലും പോകത്തില്ല, ഈശ്വരന് വേണ്ട കർമ്മങ്ങൾ ഇങ്ങനെ യാഗങ്ങളോ ഇതിന് ചേരുന്ന യജ്ഞത്തിന് വേണ്ടി കൊടുക്കുകയോ ഒന്നും ചെയ്യാതെ ഈ സമൂഹം, നമ്മൾ ഒരു സമൂഹത്തിൽ ജീവിക്കാൻ അവർ എല്ലാവരും ഒന്നുപോലെ ചെയ്യണം. ഒരേപോലെ ചെയ്തില്ലെങ്കിലും നമ്മളെ ഒക്കുന്ന രീതി ചെയ്താൽ മതി. നമുക്ക് എന്താ ഉള്ളത് അത്രയും മതി. അല്പം എണ്ണയും തിരിയും മാത്രമേ ഉള്ളൂ, അത് മതി. അതല്ല വഴിപാട് നടത്താൻ നമ്മൾക്ക് ത്രാണിയുണ്ടോ? എന്താണ് നമ്മൾ ത്രാണിക്കൊത്തത്? അത് നമ്മൾ ചെയ്തില്ല എന്ന് നിങ്ങൾ സ്വീകരിക്കുന്നില്ലയോ, അങ്ങനെ ചെയ്യാതിരുന്നാൽ അവൻ പാപകൃത്തായി വിഷയങ്ങളിൽ തന്നെ രമിക്കുന്നവനായി. ആത്മാവിൽ രമിപ്പ് വരത്തില്ല, ഈശ്വരനായിട്ട് യാതൊരു രമ്യതയും വരത്തില്ല. ഈ ലോകത്തിൽ മാത്രം ഇങ്ങനെ തിന്നും കുടിച്ചും, ദുഃഖമാണെങ്കിൽ ദുഃഖം, സുഖമാണെങ്കിൽ സുഖം, ഇങ്ങനെ അതിൽ തന്നെ രമിക്കാന്ന് വെച്ചാൽ എന്താ? ദുഃഖമായാലും സുഖമായാലും നരകക്കുഴിയിലായാലും അങ്ങനെ ഇവിടം വിട്ടു പോകുന്ന പോലെ ഇത് തന്നെയാണ്. അവസാനം ചെന്ന് നരകക്കുഴി തന്നെ മരിച്ചു ചെന്നാലും ഗതി അത് തന്നെയാണ്. അതുകൊണ്ട് അവൻ പാപകൃത്തം എന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് പാപകൃത്തായി വിഷയങ്ങൾ തന്നെ രമിക്കുന്നതിനായി ജീവിതം വ്യർത്ഥമാക്കി കളയുന്നു. ജീവിതത്തിന് യാതൊരു അർത്ഥമില്ലാതെ പോകുന്നു. അതേസമയം നമ്മൾ ഈ ഗൃഹസ്ഥാശ്രമികളായിട്ട് നമ്മൾ ജീവിച്ചും കൊണ്ട് ഇതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? അവൾ ഭക്തിയായിട്ട് ആഴ്ചയോറും നമ്മൾ അതിൽ ചിലർ ദൈവമേ ആഴ്ചയോറും കുളിച്ച് ശുദ്ധ വസ്ത്രം കൊടുത്ത് പോകുന്നൊരു പോക്ക് കണ്ട നമുക്ക് നോക്കി നിന്ന് പോകും. അത്ര നല്ല അവരതിനായിട്ട് ജീവിക്കാൻ നമുക്ക് തോന്നും. നമ്മൾ അതിനെ കണ്ട് അസൂയപ്പെട്ട കാര്യമില്ല. അവർക്കത് പറഞ്ഞിട്ടുണ്ട്. അവരല്ലെങ്കിൽ പാപകൃത്ത അവർക്കുള്ള കുടുംബത്തിൽ മുതിർന്നവരങ്ങനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്ന് അത് അറിവുള്ളവർ മനസ്സകം അങ്ങനെ പോകുന്നത് ശരിയാണെന്ന്. അല്ലാത്തൊരു അവരൊരു അമ്പലം നിരങ്ങിയെന്ന് പലരും അറിവ്. ഇപ്പം തന്നെ ഭജന കോപ്പ് എന്നൊരുത്തം പറഞ്ഞില്ലേ, അതുപോലെ തന്നെ അറിവില്ലാത്തവരെന്തും പറയും. അവർക്ക് നേരം ഒരാഴ്ചയോളം അല്ലെങ്കിൽ ദിവസേന എത്രയോ പേര് അമ്പലം അടുത്താണെങ്കിൽ എന്നും കുളിച്ച് അമ്പലത്തിൽ പോകുന്നവരുണ്ട്. അമ്പലത്തിൻ്റെ അടുത്തുള്ളതാണെങ്കിൽ ഇപ്പോൾ 1 കിലോമീറ്ററൊക്കെ ദൂരം ഞാൻ ഈ താമസിക്കണ 1.5 കിലോമീറ്റർ ദൂരേക്കാണ്. നമുക്ക് അങ്ങനെ എപ്പോഴും നടക്കാനോ പോകാനോ പറ്റുമോ? അല്ലെങ്കിൽ ചെറുപ്പക്കാരാണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ ഒരു കാലം നമ്മളും ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ കഴിഞ്ഞു പോയി. അതുകൊണ്ട് ഞാൻ ഒരുപാട് ചെയ്തു പോയി. ഇനിയിപ്പോൾ ചെയ്യണമെന്ന് എൻ്റെ മനസ്സ് പറയണ്ടേ? എൻ്റെ മനസ്സിൽ അല്ലാത്തതാണ് അതൊക്കെ. ഇനിയിപ്പോൾ അതൊന്നും ചെയ്യണമെന്നോ ചെയ്തെന്നും പറഞ്ഞ് ദോഷവുമില്ല, ചെയ്തില്ലെന്നും പറഞ്ഞ് ദോഷവുമില്ല. എനിക്കിനി ചെയ്യണമെന്നും പറഞ്ഞ് ദോഷമില്ല, ചെയ്തില്ല എന്നും പറഞ്ഞ് ദോഷം ഉണ്ടാവുന്നില്ല. എനിക്കെപ്പോഴും സന്തോഷം തന്നെയാണ്. ഞാൻ തന്നെ ചെയ്തതായിട്ട് തന്നെയാണ്, എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യം എനിക്ക് വരുന്നില്ല. എനിക്ക് സന്തോഷമല്ലാതെ ഞാൻ ഇതും ഈശ്വരന് ചെയ്യുന്ന ഒരു അർപ്പണമാണ്, ഇതൊരു യജ്ഞമാണ്. എന്താ നമുക്ക് അപ്പോഴും കിട്ടുന്ന യജ്ഞം മതി. നമുക്ക് ഇന്ന തന്നെ യജ്ഞം. ഇത് ലോകത്ത് ഒരുപാട് മക്കൾ ആവശ്യക്കാർക്കെല്ലാം ഈ ഉള്ള അറിവ് ഇത് യജ്ഞമല്ലേ? ഇതൊക്കെ ദാനം ഇതൊരു ധർമ്മമല്ലേ? ഇത് മനസ്സിലാക്കുന്നവർക്ക് ഇത്രയെങ്കിലും എനിക്ക് പറഞ്ഞു തന്നല്ലോ, ഒരാളെങ്കിലും മനസ്സിലാക്കുമല്ലോ, അതാണ് ഏറ്റവും പുണ്യം. അപ്പോൾ ഇങ്ങനെ നമുക്ക് പലർക്കും പല രീതിയാണ്. അപ്പോൾ ഇതും ഈശ്വരാർപ്പണമായി ചെയ്യുവാണ്. ഈശ്വരനോടുള്ള സ്നേഹം കൊണ്ടാണ് ഈ ഒരു കർമ്മവും ചെയ്തത്. ഇതൊരു യജ്ഞമാണ്.
അതുകൊണ്ട് അല്ലാത്തവർ പാപകൃത്തായി പോകുന്നു. സമൂഹത്തിനൊത്ത് നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഈ കർമ്മ സമൂഹമാകുന്ന ചക്രത്തെ ഈ ലോകത്തിൽ ഏതൊരുത്തനാണ് സ്വീകരിക്കുന്നില്ല, അതുപോലെ ആര് ചെയ്യാതിരിക്കുന്നു, അതിനൊത്ത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവൻ പാപകൃത്തായി വിഷയങ്ങളിൽ തന്നെ ഈ ലോക ദുരിതമായാലും എന്തുമായാലും ഈ ലോകത്ത് എന്തൊക്കെ ദുഃഖമുണ്ടോ അതെല്ലാം അനുഭവിച്ച്, അതിൽ സുഖമായാലും ദുഃഖമായാലും അത് അനുഭവിച്ചുകൊണ്ട് അതിൽ തന്നെ രമിക്കുക, അതിൽ തന്നെ വീണ്ടും കടന്ന് രമിക്കുക. ചില ദിവസങ്ങളിൽ നല്ലതാകും, പിന്നെ 2 ദിവസം ഇങ്ങനെ ഈ ലോകസുഖത്തിലെ സുഖമാണെങ്കിൽ തന്നെ ഇരട്ടിക്കിരട്ടി ദുഃഖമായിരിക്കും. അതാണ് രമിക്കുക, അതൊരു രമിപ്പാണല്ലോ, അതിൽ നിന്ന് മുക്തനാവാൻ പറ്റത്തില്ല. അതൊരു പൊട്ടക്കിണറ്റിൽ കിടക്കുന്നത് പോലെ തന്നെയാണ് ഈ ലോക ദുരിതമാണ്. അതുകൊണ്ട് അങ്ങനെ രമിക്കുന്നവനായി ജീവിതം വ്യർത്ഥമാക്കി കളയുന്നു. നമ്മൾ ആത്മാവിലും രമിക്കും, ഈ ലോക വിഷയത്തിൽ നമ്മൾ രമിക്കുന്നുണ്ട്. അതിൽ വെച്ച് മനസ്സിലാക്കണം. ആത്മാവിൽ മാത്രമല്ല, ആകണമെങ്കിൽ നമ്മൾ എല്ലാവർക്കും ഒപ്പം നമ്മൾ ഈശ്വരന് വേണ്ടുന്ന യജ്ഞങ്ങളും ചെയ്ത്, എന്നുവെച്ചാൽ അതിന് എന്താണ് നമ്മളെ കൊണ്ടൊക്കെ വഴിപാട്, അത് നമ്മളൊക്കെ ചെയ്യണം. 17-ാമത്തത് യസ്ത്വാത് മരതിരേവ സ്യാദ് ആത്മതൃപ്തഞ്ച മാനവ ആത്മന്യേവ ച സന്തുഷ്ട തസ്യ കാര്യം ന വിദ്യതേ. എന്നാൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും, ഇനിയാണ് ഞാൻ എൻ്റെ കാര്യം പിന്നെ പറയാൻ ഞാൻ പെട്ടെന്ന് വായിച്ചതുകൊണ്ടാണ്, ഇത് ശ്രദ്ധിക്കണം. എന്നാൽ യാതൊരു മനുഷ്യൻ ആത്മാവിൽ എന്നെ, ഏതൊരു മനുഷ്യനാലും നമ്മുടെ ഉള്ളത്തിൽ എന്നെ ഭഗവാനെ പ്രീതിയുള്ളവനായും ഞാൻ ബ്രഹ്മമാകുന്നു എന്ന ശ്രുതിവാക്യപ്രകാരം സ്വന്തം ആത്മാവ് കൊണ്ട് സാക്ഷാൽ കൃതമായിരിക്കുന്ന നിത്യാനന്ദൈക രസമായും അദ്വിതീയനുമായിരിക്കുന്ന പരബ്രഹ്മത്തിൽ തന്നെ അന്ധകരണത്തെ രമിക്കുന്നവൻ. അപ്പോൾ അന്ധകരണത്തെ നമ്മൾ രമിപ്പിക്കുന്നത് എന്താണ്? നമ്മളിൽ തന്നെ ഇരിക്കുന്ന പരമാത്മാവിനെ രമിപ്പിച്ചുകൊണ്ടിരിക്കുക. അതാണ് ഞാൻ പറയുക, എല്ലാവർക്കും അങ്ങനെ ചെയ്യണമെന്ന് തോന്നുന്നെങ്കിൽ ചെയ്താൽ മതി. ചെയ്തില്ലെന്നും പറഞ്ഞ് ദോഷമില്ല, ചെയ്താലും ദോഷമില്ല. ആരും ചോദിക്കാനില്ല. എന്നിലിരിക്കുന്ന ഞാനാണല്ലോ പിന്നെ ചോദിക്കുന്നത്. ആ പരബ്രഹ്മം എന്നിൽ തന്നെ ഇരിക്കുകയല്ലേ. അപ്പോൾ ആ ചോദ്യവും ഉത്തരവൊക്കെ അതിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഏതൊരു മനുഷ്യനായാലും ആത്മാവിൽ എന്നെ ഭഗവാനെ ഉള്ളത്തിൽ പ്രീതിയുള്ളവനായും, അപ്പോൾ ഈശ്വരനെ നമ്മൾ എത്രത്തോളം സ്നേഹവും പ്രേമവും ഉണ്ട് പ്രീതിപ്പെടുത്താൻ, അങ്ങനെ ഉള്ള ഒരു വ്യക്തി, ഒരു സന്യാസി അല്ലെങ്കിൽ ഒരു വിദ്വാൻ, ഞാൻ ബ്രഹ്മമാകുന്നു, അഹം ബ്രഹ്മാസ്മി, എൻ്റെ ഉള്ളിലാണ് ഈശ്വരൻ, അത് ഞാനാകുന്നു, ഞാനായവൻ ഞാൻ തന്നെ എന്നാര് ശ്രുതിവാക്യപ്രകാരം അഹം ബ്രഹ്മാസ്മി എന്ന ആ ശ്രുതി, ആ ഒരു വാക്യം സ്വന്തം ആത്മാവ് കൊണ്ട് സാക്ഷാത്കൃതമായിരിക്കുന്ന നമ്മളിൽ തന്നെ ഇരിക്കുന്ന ആത്മാവ് കൊണ്ട്, സ്വന്തം നമ്മളിൽ തന്നെ ഇരിക്കുന്ന ആത്മാവ് സാക്ഷാത്കാരം എന്നതാ പറയാം. ഈശ്വരൻ ഞാൻ തന്നെയാകുന്നു, എന്നിലാണ്ടിരിക്കുന്ന ആ പരമാത്മാവ് എന്ന് സാക്ഷാത്കാരം അതാണ്. അങ്ങനെ സാക്ഷാത്കൃതമായിരിക്കുന്ന ആനന്ദൈക രസമായും നിത്യവും ആനന്ദത്തിൽ രസം കണ്ടെത്തും. അങ്ങനെ ഒരു സ്ത്രീയോ ഒരു പുരുഷനോ എപ്പോഴും നിത്യവും അതിൽ തന്നെ രമിക്കുന്ന ആനന്ദം കണ്ടെത്തുന്ന അദ്വിതീയരായും ഇരിക്കുന്ന, അതായത് ഏകനാണ് ഈ ഈശ്വരൻ, ഏകമേ ഒന്നേ ഉള്ളൂ. ഇത് ഏത് രൂപത്തിലോ നാമത്തിലോ നമ്മൾ കൃഷ്ണനോ ഗോവിന്ദനോ ശ്രീരാമെന്നോ അല്ലെ മുരുകാന്നോ എന്ത് പറഞ്ഞാലും ആ പരമാത്മാ ചൈതന്യം, ആ ലോകപിതാവ് ഏകനാണെന്ന് ആരാണ് അറിഞ്ഞിരിക്കുന്ന അദ്വൈതം, അതാണ് അദ്വൈതം. അല്ല ദ്വൈതം എന്ന് പറഞ്ഞാൽ രണ്ടെന്ന, മുരുകൻ എന്ന് വേറെ, അയ്യപ്പൻ എന്ന് വേറെ, കൃഷ്ണൻ, ഇങ്ങനെ പല 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 ദേവന്മാരെല്ലാം പല ദൈവങ്ങളായിട്ട് കാണും. അങ്ങനെ കണ്ടുകൂടാ. ഇത് എന്തായാലും ഈ ഈശ്വരൻ പരമാത്മാവിൽ നിന്ന് തന്നെ ഒന്നേ ഉള്ളൂ. അതാണ് അദ്വിതീയമായിരിക്കുന്ന പരബ്രഹ്മത്തിൽ തന്നെ. അങ്ങനെ ഉള്ള പരബ്രഹ്മം നമ്മുടെ ഉള്ളിൽ അന്ധകരണത്തെ രമിപ്പിക്കുന്നവൻ. അങ്ങനെ ചിന്തിച്ച് ആരാണ് സ്വന്തം ആത്മാരാമനായി രമിക്കുന്ന നമ്മുടെ ഉള്ളത്തിൽ ആ പരബ്രഹ്മം ഏകമായ അദ്വൈതനാണ്, ആ പരബ്രഹ്മ വസ്തുവാണെന്ന് ആര് ഉള്ളത്തിലാക്കി രമിപ്പിക്കുന്നു, അവൻ ആത്മാവിൽ തന്നെ തൃപ്തിയുള്ളവനായി. അപ്പോൾ അങ്ങനെ ഉള്ളവൻ ആത്മാവിൽ തൃപ്തനാണ്. നമ്മളിൽ തന്നെ നമ്മൾ തൃപ്തനാണ്. പിന്നെ ആർക്ക് കൊടുക്കണം? എന്നിരിക്കുന്ന ആത്മാവ് തൃപ്തനാണെങ്കിൽ ഞാൻ ആ ആത്മാവിന് കൊടുത്താൽ പോരെ? എൻ്റെ ഉള്ളത്തിൽ ഞാൻ തന്നെ കഴിച്ചാൽ പോരെ? എത്രമാത്രം ഇതാണ് ഞാനിതിങ്ങനെ ചിന്തിച്ച് വായിക്കുന്നത്. ഇന്ന് മുമ്പേ എടുത്തപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇതിലുണ്ടോ? അങ്ങനെ ആ അന്ധകരണത്തിൽ രമിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, ഒരു ജ്ഞാനി അല്ലെങ്കിൽ ഒരു സന്യാസി, ഇത് സന്യാസമാണല്ലോ. അങ്ങനെ ആത്മാവിൽ തൃപ്തിയുള്ളവനായി എൻ്റെ ആത്മനിക്കെല്ലാം നിറവാണ്. അങ്ങനെ തൃപ്തിയുള്ളവനായും ആത്മാവിൽ തന്നെ സന്തോഷമുള്ളവനായും, ആത്മാവിൽ ആരാണ് സന്തോഷിക്കുന്നത്, ആനന്ദിക്കുന്നത്, രമിക്കുന്നതും അങ്ങനെ ഇരിക്കുന്നുവോ അവന് ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല. അതാ മക്കളെ ഞാൻ പറഞ്ഞത്. എനിക്കിനിപ്പോൾ അമ്പലത്തിൽ പോയി കൊടുക്കണമെന്നുമില്ല, കൊടുത്താലും ഒന്നുമില്ല, എന്നാൽ എനിക്കൊരു പാപം കിട്ടുന്നുമില്ല. കാരണം എന്താ? എന്നിലിരിക്കുന്ന ആത്മാവിന് സംതൃപ്തിയാണല്ലോ.
ആത്മാവ് രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ എപ്പോഴും. ആനന്ദരസന അത് രസം, ആ രസം അറിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ നമ്മുടെ ഉള്ളത്തിൽ അതിന് ദാഹം ഉണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ ചെയ്താൽ പോരെ. ആ പരമാത്മാവ് അകവും പുറവും ഇരിക്കുകയല്ലേ എൻ്റെ ഉള്ളത്തിലുണ്ട്. അത് നന്നായി സ്നേഹത്തോടുകൂടി തന്നെ ആനന്ദിച്ചിരിക്കുന്നു. അവിടെ എപ്പോഴും രമിക്കുന്നു. ആത്മാരാമനെ തന്നെ ആനന്ദം അറിഞ്ഞുകൊണ്ട് തന്നെ വസിക്കുന്നു. തൃപ്തിയുണ്ട്. പിന്നെ എന്ത് വേണം? പിന്നെ എവിടെയെങ്കിലും പോകണോ? അമ്പലം വേറെ എവിടെയെങ്കിലും ഉണ്ടോ? നമ്മുടെ ദേഹമാകുന്ന നമ്മുടെ ഇതൊരു അമ്പലമല്ലേ. അതെന്താ വേണ്ടേ? ശുദ്ധഹൃദയമായി ഇതുപോലെ ഉള്ളത്തിലുള്ള എല്ലാ പാപങ്ങളും മാറ്റി നമ്മൾ ചെയ്യേണ്ടതെല്ലാം ആദ്യമേ ചെയ്യണം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ഇതുപോലെ ആകുന്നതിന് മുമ്പ് ഇതെല്ലാം നടത്തിയിരിക്കണം. അല്ലെങ്കിൽ പാപമായി പോകും. പിന്നെ ഇത് കിട്ടത്തുമില്ല. നമ്മൾ ചെയ്യേണ്ട വഴിപ്രകാരം ചെയ്ത് വേണം ഇവിടം വരെ എത്താൻ. ഇങ്ങനെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. ഒരു കർമ്മവും ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല. ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുന്നെങ്കിൽ ചെയ്യുക. ഇപ്പോൾ എനിക്കിപ്പോൾ അമ്പലത്തിലോട്ടൊന്ന് പോകണം, എനിക്ക് എന്തെങ്കിലും ഇന്നൊരു കൊല പഴുത്ത് എനിക്കിന്ന് അവിടെ കൊണ്ട് കൊടുക്കുക തോന്നുന്നെങ്കിൽ ചെയ്യാം. അത്രയേ ഉള്ളൂ. വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. നമുക്ക് താല്പര്യമുണ്ടോ അന്ന് എനിക്ക് പോകണം എന്നുള്ളത്, അതിനൊരു ദോഷവും ഇല്ല. ചെയ്തില്ലേ അതിനും ദോഷമില്ല. അതാണ് ഞാൻ പറയുന്നത്. ഇത് എല്ലാവർക്കും അങ്ങനല്ല. ഇത് എന്ന് നമ്മളങ്ങനെ ആയിത്തീരുന്നു അന്നേരം മാത്രം മതി. അതുവരെ നമ്മൾ സമൂഹത്തിനൊത്ത് തന്നെ ഇന്ന് പലരും പറയുന്ന അഹം ബ്രഹ്മാസ്മി, ഞാൻ തന്നെ ദൈവം, അറിവില്ലാത്തവൻ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നു. അറിഞ്ഞിട്ടല്ല, അനുഭവത്തിൽ കൊണ്ടൊന്നും വന്നിട്ടല്ല. സാക്ഷാത്കാരം നേടിക്കഴിഞ്ഞാലേ അത് നടക്കും. നമ്മളത് ഉൾക്കൊണ്ട് നമ്മളത് ആയിത്തീരുമ്പോഴാണ്. അതുപോലെ നമ്മൾ കർമ്മങ്ങൾ ഇതെല്ലാം ചെയ്തില്ലേ നമ്മളെങ്ങനെ ആകും? ഇത് നമ്മൾ ഇപ്പോൾ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും പഠിക്കണം, 10ാം ക്ലാസ് പാസ്സാവാൻ പറ്റുമോ? 1, 2, 3 പഠിച്ച് വരുമ്പോഴല്ലേ 10ാം ക്ലാസ് പാസ്സാവാൻ പറ്റുള്ളൂ. വെറുതെ ഒന്നും പഠിക്കാതെ ചെന്ന് 10ൽ ചെന്ന് പരീക്ഷ എഴുതാൻ സമ്മതിക്കുമോ? ജയിക്കുമോ? വല്ല അറിവുണ്ടോ? അതുകൊണ്ട് നമ്മൾ പോകെ 1, 2 വേണം മുമ്പേ എല്ലാ കാര്യങ്ങളും. അതുകൊണ്ടല്ലേ അച്ഛനും അമ്മയൊക്കെ എൻ്റെ അച്ഛനാകാന്നും ചെയ്യേണ്ടെങ്കിൽ അച്ഛൻ എന്താ ഈ യാഗങ്ങളെല്ലാം ചെയ്ത് നമ്മളെ കാണിച്ചു തന്നത്? നമ്മളത് പഠിക്കാനാ. അച്ഛന് വിളക്ക് കത്തിച്ചില്ലെന്ന് വെച്ചിട്ടോ ഒരു വിഗ്രഹം വെച്ച് പൂജിച്ചതെന്ന് വെച്ചാൽ ഒന്നുമില്ല. പക്ഷേ വരും തലമുറകൾ അത് പഠിക്കണ്ടേ? അവരും അങ്ങനെ ആയിത്തീരണ്ടേ? അതിനാണ് നമ്മൾ പ്രതിഷ്ഠ വെച്ചും വിളക്കത്തിച്ചും ഉള്ളത്തിൽ പ്രകാശമുള്ളതിനും ഒരു വിളക്ക് കത്തിച്ചില്ലെന്ന് പറഞ്ഞാൽ ഒരു പാപവും ഇല്ല. എനിക്കിപ്പോൾ ഒരു വിളക്ക് കത്തിച്ചില്ലെന്ന് പറഞ്ഞാൽ ഒരു പാപവും വരത്തില്ല. പക്ഷേ ഇനി വരുന്ന തലമുറ അത് കണ്ട ഇന്നിപ്പോൾ പറയുന്ന ഞാൻ തന്നെയാണ് ബ്രഹ്മം ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന ഒരുപാട് പേരുണ്ട്. യാതൊന്നും അറിഞ്ഞിട്ടല്ല പറയുന്നത്. അതുപോലെ എൻ്റെ അമ്മൂമ്മ ഇന്ന് കൊച്ചുമക്കൾ പറയാം, എൻ്റെ അമ്മമ്മയുടെ വിളക്കത്തിപ്പൊന്നും അല്ലാണ്ട് എനിക്കും വിളക്കൊന്നും കത്തിക്കണമെന്ന് കൊച്ചുങ്ങളത് കണ്ട് പിടിക്കത്തില്ലേ? അതുകൊണ്ട് ഇനി വരുന്ന തലമുറ അങ്ങനെ ആയിപ്പോകാതിരിക്കാൻ നമ്മളിതെല്ലാം പ്രവൃത്തിയിൽ കാണിച്ചു കൊടുക്കുന്നത്. എനിക്കാവുമെങ്കിൽ ഞാൻ ഇപ്പോഴും എനിക്ക് അമ്പലത്തൊക്കെ പോയി കുഴപ്പമൊന്നുമില്ല. എനിക്കങ്ങനെ പോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പോകും. എനിക്കതിനെ തോന്നുന്നെങ്കിൽ എനിക്ക് പോകാം. പോയില്ലെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല, പോയാലും ഒന്നുമില്ല. എൻ്റെ മക്കളൊക്കെ അത് കണ്ട് പഠിച്ചിട്ട് അവരൊക്കെ അവരുടെ കൊച്ചുമക്കൾക്ക് പറഞ്ഞു കൊടുത്തോളും. അതുകൊണ്ട് വരും തലമുറയ്ക്ക് ഇതൊക്കെ അനുഭവങ്ങൾ തന്നെ വന്ന് പോകണം. നമ്മൾ ഒരിക്കലും എല്ലാ കർമ്മങ്ങളും ഇങ്ങനെ ചെയ്തതിന് മുന്നോട്ട് പോയില്ലെങ്കിൽ നമുക്കത് അറിവില്ലാതായി പോകും. ഒന്നുകൊണ്ടും ആദ്യ ചോടില്ലാതെ തലപ്പിൽ കയറി പിടിക്കാൻ പറ്റത്തില്ല. തലപ്പിൽ വെറുതെ ഇപ്പോൾ ഒരു തെങ്ങിൻ്റെ മണ്ടേ കയറണം, താഴെ നിന്നിട്ട് ഒരൊറ്റ ചടങ്ങിൽ മണ്ടേ കയറാൻ പറ്റില്ല. ഓരോ സ്റ്റെപ്പും ചവിട്ടി ആദ്യം ഒരു സ്റ്റെപ്പ് എടുക്കും, അവിടെ തള്ളി വീഴും, വീണ്ടും അടുത്ത സ്റ്റെപ്പ് മേലിൽ, അങ്ങനെ 2 സ്റ്റെപ്പായി 3 സ്റ്റെപ്പായി എല്ലാ സ്റ്റെപ്പും കഴിഞ്ഞ് വരുമ്പോഴേ ആ തെങ്ങിൻ്റെ മണ്ടേ കയറാൻ പറ്റും. പെട്ടെന്ന് അല്ലാതെ അങ്ങ് മണ്ടിലോട്ട് കയറത്തില്ല, കുത്തി തറയെ വീഴും. അതുപോലെ തന്നെ എല്ലാം തന്നെ എല്ലാം തുടക്കം. അതുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം. ഇതൊക്കെ എൻ്റെ മക്കൾക്കിതൊക്കെ ഞാൻ പറഞ്ഞു തന്നില്ലെങ്കിൽ ഞാൻ ഒരു അമ്മയാണോ? ഉള്ള അറിവ് തോനെയൊന്നുമില്ല. എല്ലാ അമ്മമാർക്കും ഒന്നുപോലാവണമെന്നില്ലല്ലോ. പക്ഷെ എനിക്ക് സ്നേഹമുണ്ട്, എൻ്റെ മക്കൾ നന്നാവണം. അതുകൊണ്ടാണ് ഇതൊക്കെ ഞാൻ പറയുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഹരിവും. നേരെയൊന്നും അല്ലതിരിക്കുന്നത്. ഇന്ന് അതിന് യൂട്യൂബുകാർ തുടങ്ങും. ഇത് എങ്ങനെ വെച്ചാൽ അങ്ങ് ഇറങ്ങി ഇങ്ങനെ ഇരിക്കണം, ഇങ്ങനെ നേരെ ഇരിക്കും. ഇത് ക്യാമറ നേരെ അത് അനങ്ങുമ്പം ചെരിഞ്ഞ് ഫോണല്ലയോ, അതിങ്ങനെ തലകുത്തി പോകും. അപ്പോൾ അവർ തന്നെ ഇതുപോലെ എടുത്ത് വെച്ച് കാണിക്കുന്നത് നേരെയല്ല എന്ന് പറഞ്ഞിട്ട്. എല്ലാവർക്കും നമസ്കാരം മക്കളെ.